കണ്ടാൽ കൊതി കൊണ്ട് കരള് തോടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാ തമ്പുരാട്ടി ഇതുവരെ എണീറ്റ് വരാനായിട്ടില്ല തോന്നുന്നു. രാവിലെ നീച്ചതാണല്ലോ. എന്നിട്ട് എവിടേക്ക് പോയത്? ഈ വഴിക്കൊന്നും കിട്ടിയല്ല. അല്ലെങ്കിൽ ഇപ്പാക്ക് മരുന്ന് കൊടുക്കണം, ഗുളിക കൊടുക്കണം എന്ന് ഞങ്ങളുടെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പരക്കം പായുന്ന കാണാം. ആ സെഫിയാന്റെ പെരേക്ക് പോയിട്ടുണ്ടാവും. ഓളാണല്ലോ, ഓളും മകളും ആണല്ലോ കമ്പനി. ഇന്നെക്കാട്ടി വലുത് ഓൾക്കും ഓളും മകളുമാണ്. എന്ത് കൈവശമാണ് ആ പെണ്ണോൾക്ക് കൊടുത്തിക്കണത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓളോട് ചെന്ന് പറയുന്നതാണ്. ഓളെ ഉപദേശം കേട്ടിട്ടാണ് ഓൾ ഇവിടെ കിടന്നുകാണ്ട് ഇതാവല്. ഇനിയിപ്പോൾ ഓൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഓൾ ഞാൻ കോളേജിന്റെ പടി കയറൂല. ഇമ്മൂസ് എനിക്ക് ചായ തരി. മറ്റവള് തരെ എണീറ്റിയില്ലേ? അല്ല പുറത്തൊക്കൊന്നും കാണാനില്ല. ഓ, തമ്പുരാട്ടി എണീറ്റിക്കണോ ഇല്ല എന്നുള്ളതേ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് എന്തായാലും അടുക്കളയൊക്കെ വന്നിട്ടില്ല. അല്ലടി മോളെ, ഈ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫോൺ ഓളടുത്ത് വാങ്ങിയത്. എന്നിട്ട് എന്തായി? വല്ല കാര്യം നടന്നാ? ഞാൻ ഇന്നലെ ആ നമ്പറിൽ കുറേ അടിച്ചു നോക്കി. എത്ര നേരം വിളിച്ചതെന്നറിയോ? പക്ഷെ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇന്നെന്തായാലും ഒന്ന് വിളിച്ചു നോക്കണം. എടി, ഞാൻ പറഞ്ഞെന്ന പോലെ പറയണട്ടാ. എല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കള്ളത്തരൊക്കെ മനസ്സിലാവും. ഓളെ പേടി ഉണ്ടായിട്ടല്ല അമ്മക്ക്. ആ ചെക്കൻ എങ്ങനത്തെ ചെക്കനാ നമുക്ക് അറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഉമ്മ പേടിക്കണ്ട. ഇനി ഒരു കാര്യത്തില് സംശയം വരാത്ത രീതിയിൽ ഞാൻ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവനോട്. എന്തായാലും ചായ വേണ്ട, ഞാനേ കുറച്ചുകൊണ്ട് കുടിച്ചോണ്ട് ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. പെണ്ണ് മണ്ടി പോയി വിളിച്ചിട്ടേ എന്തൊക്കെയാണാവോ. ഞാൻ പറഞ്ഞെടുത്ത പോലെ ഒന്നും പറയില്ലാണാവോ. തലക്ക് വെളിയില്ലാത്ത പെണ്ണാണ്. വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറയും. ആ ഒരു ഒച്ചപ്പാട് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ലേ. ബുദ്ധി എന്നാണ് ഇരുത്ത കൂടെ പോയിട്ടില്ല. ഇജെന്താ കുഞ്ഞോളെ പറഞ്ഞത്? എന്നോട് പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞീന്നോ? എൻ്റെ ഇളാമ്മക്ക് എന്തിന്റെ പിരാന്താണ്? അല്ല, അറിയാൻ പാടിയ എന്നിട്ട് ചോദിക്കാണ്. ഇങ്ങനെയുണ്ട് ഒരു വെടക്ക് തള്ള, വല്ലാത്തൊരു തള്ളയാണ്. അല്ല, എൻ്റെ ഇളാമ്മക്ക് എന്താ എന്നോട് ഇത്രക്ക് ശത്രുത? വല്ലാത്തൊരു ജന്മാട്ടോ അതിൻ്റെ ജന്മം. എൻ്റെ അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീലടി എന്നെ പഠിപ്പിച്ചിട്ട് ഒരു വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ളത്. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി, ഒരു വരുമാനം എന്നുള്ളതൊക്കെ. ഈ തള്ള അതും തൊലക്കുന്ന തോന്നുന്നത്. ഇന്നലെ എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിച്ച് ഇളാമ. നസീമാൻ്റെ ഫോണ് കേടാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. ജമാല എന്നുണ്ടെങ്കിലോ എപ്പോഴും അയക്ക് വിളിച്ചിങ്ങാണ്ടാണ്. ഒരു നേരം വിളിക്കാതിരിക്കുമല്ലോ ഓന്. എന്താ പാട്, സുഖം എന്ന് വെറുതെ വിളിക്കണതാണ്. എന്നിട്ട് ഇങ്ങനെ സ്വീപ്പാക്കാൻ വേണ്ടി വിളിക്കും. ഇന്റെ ഫോണൊക്കെ ഇഞ്ഞോൻ വിളിക്കുമ്പോഴേ നസീമാന്റെ കയ്യിലാവുമല്ലോ ഫോണ്. നസീമാന്റെ സ്വഭാവം വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർക്ക് ഓൾ തിരിച്ചു വിളിക്കും. എന്താണ് ഏതാണെന്ന് അറിഞ്ഞാണ്ട്. അല്ലെങ്കിലോ ഞാൻ കോളേജിലേക്ക് പോണത് വേറെ എന്തോ ഒരു കാര്യത്തിന് പോവുക എന്നാണ് അവർ പറച്ചില്. ആടി, ഇജിന്നോട് ജമാലിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഇന്നലെ അവന് റിനുവിന്റെ ഫോണിക്ക് വിളിച്ചിരുന്നടി. അനക്ക് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇജെന്താ കോളേജിലേക്ക് വരാത്തെന്നൊക്കെ ഓളോട് ചോദിച്ചിരുന്നു അവന്. ഇത്ത, റിനി എല്ലാ കാര്യവും അവനോട് പറഞ്ഞ. അവനൊരു ലക്കും ലടക്കില്ലാത്തൊരു സാധനമാണ്. കാര്യം എന്താണെന്ന് അറിയണതിന്റെ മുന്നേ ഇങ്ങോട്ട് ചാടി കയറി വരും. അത് അങ്ങനെ ഒരു സാധനമാണ്. ഇനി അതും മതിയാവും ഈ പെരയില്. ഇല്ലടി പെണ്ണെ, ഇജ് ആ കാര്യത്തിൽ പേടിക്കണ്ട. ഓളൊന്നും പറഞ്ഞിട്ടില്ല. റിനുവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു കാര്യം അവനോട് പറയരുത് കേട്ടോ എന്നുള്ളത്. അതേതോളൊന്നും പറഞ്ഞിട്ടില്ല. എടി, ഓനക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോടി. ഇക്കേ തോന്നുന്നതേ ഓനക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നാണ്. ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ കുഞ്ഞോളെ. അതൊക്കറിയത്താ, ജമാലിനെ ഇഷ്ടമാണെന്നും കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് വേണ്ടത്ത. എൻ്റെ ഉമ്മ ഉള്ളപ്പോൾ പോലെയല്ല. എൻ്റെ ഉപ്പ എപ്പോഴും പറയായിരുന്നു അസുഖമാവണതിന് മുന്നേ, ഈ ജമാലിനുള്ളതാന്നുള്ളത്. ഞാനതൊരു കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. അവൻ്റെ ആ ഇഷ്ടേ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇന്നൊരു കൂട്ടർ പെണ്ണ് കാണാൻ വരും എന്നുള്ളതേ എളാമ്മ പറഞ്ഞിരുന്നു. എളാമ്മ ഏതോ ബ്രോക്കറോടൊക്കെ പറഞ്ഞിക്കണാല. എടി പോത്ത ഇജ്ജ അപ്പൊ കല്യാണത്തിന് സമ്മതിച്ചോ?
സമ്മതിച്ചിത്താ, സമ്മതിക്കല്ലാതൊക്കെ വേറെ മാർഗമില്ല. ഇന്നലെ രാത്രി ഇപ്പാനെ എളാമ്മ കുറേ ഉപദ്രവിച്ച് ഞാൻ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറഞ്ഞുകാണ്ട്. എളാമ്മക്ക് അറിയാം എൻ്റെ എല്ലാ ബലം എൻ്റെ ഉപ്പയാണ് എന്നുള്ളത്. എൻ്റെ ഉപ്പ സങ്കടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെടും എന്നുള്ളത് എളാമ്മക്ക് അറിയാം. അത് എളാമ്മ ഇങ്ങനെയൊക്കെ കാട്ടണത്. ഇവിടെ എനിക്ക് ആ തള്ളനെ 2 കൊടുത്തുകൂടായിന്നാ. ആ വെയ്യാതെ കിടക്കണ മനുഷ്യനെയാണ് എൻ്റെ എൻ്റെ തൊള്ളയിൽ വേറെ വരുന്നത്, ഉപദ്രവിക്കണത്. ഓ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇത് എന്ത് ജന്മാണടി? തീരെ ഒരു കണ്ണിച്ചോരാന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ. എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടേ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. വെറുതെ അതിനിട്ട് ദ്രോഹിക്കും. അല്ലേ തമ്പുരാട്ടി ഇതുവരെ അവിടുന്ന് വന്നില്ലേ? അവിടെ പോയി പെറ്റെടുക്കാൻ പോയതാണോ ഓള്? കുറെ നേരമല്ലേ പോയിട്ട്? നേരെ അതിരാവിലെ പോയതാണല്ലോ ഓളോടുക്ക്. കുഞ്ഞോളെ, കുഞ്ഞോളെ, ചാന്ത് കേറുന്നുണ്ട്. ആ കല്യാണം ഒന്ന് ശരിയായിട്ട് പണ്ടാരത്തിനൊന്ന് കെട്ടിക്കൊണ്ടെങ്കിൽ പെടുന്നു അപ്പൊ കുറച്ച് സ്വസ്ഥത ഉണ്ടായി. ഓ, അപ്പോൾ ആ കട്ടുമ്പോ കിടക്കണ സാധനത്തിന് ഞാൻ തന്നെ നോക്കണ്ടേ? കുഞ്ഞോളെ, വേണമെങ്കിൽ വന്നിട്ടേ എൻ്റെ ഉപ്പാക്ക് ഗുളികയും മരുന്നും കൊടുക്ക. ഇന്നൊക്കൊണ്ടാവില്ല കൊടുക്കാനിട്ടാ. നേരെ അതിരാവിലെ പോയതാണല്ലോ ഇജ്ജ് അവിടെ. ആണോ? ഞാൻ കൊടുക്കും കരുതിയാണ്ടേ ഇജ്ജ് അവിടെ നിന്ന് വർത്താനം പറയാൻ നിക്കണ്ട. ഞാൻ കൊടുക്കൂല. ഓ, ഉള്ളിക്കാണെങ്കിൽ എന്തോ ഒരു എരിവാണേ. ഇത്ത, ഞാൻ പോട്ടെ. കുഞ്ഞോളെ, അനക്കും ഇഷ്ടമാണ് ജമാലിനെ? ഞാൻ ഇപ്പം ചെന്നില്ലാന്നുണ്ടെങ്കിലേ ഇന്നോടുള്ള ദേഷ്യം എളാമ്മ അത് ഉപ്പാനോട് വെച്ച് തീർക്കും. ആ, പിന്നെ നിങ്ങളെ റിനുവിനോട് പറഞ്ഞാണ്ട് ജമാലിനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്നുള്ളത് കേട്ടോ. ഞാൻ പോയി. ഇതിപ്പോ ഒരാളെ മനസ്സിലിട്ടുങ്ങാണ്ടേ വേറൊരാളെ കൂടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ പെൺകുട്ടിക്ക്. വല്ലാത്തൊരു വിധിയാണ് ഈ പെൺകുട്ടിൻ്റെത്. മഴ വരുന്നുണ്ട്, ഞാൻ പോട്ടെ. ഹലോ, ഇത് ജമാലല്ലേ? ഞാനേ ജംഷിൻ്റെ അനിയത്തിയാണ്, നസീമ എന്നാണ് പേര്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ജംഷിൻ്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത മാസമാണ് കല്യാണം. ഇനി അവളെ കോളേജിക്ക് വരൂല. ഇങ്ങനെ അവളെ ഫോണിക്ക് വിളിക്കരുത് കേട്ടോ. ഒരു ഫ്രണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് അത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അവളെ ഭാവിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ജംഷിന്റെ കയ്യിലെ ഒന്ന് ഫോൺ കൊടുത്ത. ഇക്കേ എന്നോടല്ല സംസാരിക്കാനുള്ളത്, ജംഷിനോടാണ്. ഇങ്ങോട്ട് കൂടുതലൊന്നും ഈ പറയാൻ നിൽക്കണ്ട. തൽക്കാലം അവൾക്ക് ഫോണൊന്നും കൊടുക്കാൻ പറ്റൂല. ഈ ഇങ്ങനെ ഞാൻ അവളെ ഫോണിക്ക് വിളിക്കാൻ നിൽക്കരുത് കേട്ടാ. സമാധാനം. തൽക്കാലപ്പേ ഈ അവളെ കെട്ടണ്ട. എനിക്ക് വേണം. ഒരു ജമാല് വന്നിക്കണ്. എന്ത് പറഞ്ഞാലും ജമാല് ജമാല്. കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണല്ലോ. എന്ത് ഫ്രണ്ട്? ഇത് ഫ്രണ്ടൊന്നല്ല. അന്നെ ഞാൻ തന്നെ കെട്ടും മോനെ. ഓൾ അങ്ങനെ സുഖത്തിൽ ജീവിക്കണ്ട. ഡീ, എന്നാ എൻ്റെ ഫോണ്. എൻ്റെ ഫോണൊന്നും വേണ്ട. എൻ്റെ ഫോണേ ശരിയായിക്കണ്. എന്നാ ആരടി ഈ ജമാല്? അതിൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ചെറുതിലെ മുതലുള്ള കമ്പനിയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. എൻ്റെ ഉമ്മാക്ക് അറിയായിരുന്നു, എൻ്റെ ഉപ്പാക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിൽക്ക് ഇങ്ങനെ വിടാതെ അടിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത് ആരീ ജമാലിന്ന്. ഇതിൽ ജമാലിന്ന് പേര് എഴുതി വെച്ചിക്കണേ. എന്തായാലും ഒന്ന് വിളിച്ചോക്ക്. എന്നാ വിളിച്ചാ ഞാൻ ഇവിടെ നിക്കണേ. ഞാൻ ഇവിടെ നിന്നിട്ടേ വിളിക്കാതിരിക്കണ്ട. ഫ്രണ്ടല്ലേ? വിളിക്കണോ? വേണ്ട. വേണമെങ്കിൽ കൊണ്ട് വിളിച്ചോളാം. ഇവള് വേണമെങ്കിൽ ഉള്ളെടുക്കാൻ വേണ്ടി വരുന്ന ചോദിച്ചതാ. മുതൽ നിക്കറി. ഇമ്മ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജമാലിനെ വിളിച്ച് പറഞ്ഞിക്കണ്. ആ, എന്നിട്ടേ ഫോൺ അവൾക്ക് തന്നെ കൊടുത്തില്ലേ? ഓൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ?
അവൾക്ക് സംശയം കുടുങ്ങിയാലേ ഉമ്മാക്ക് എന്താ ഇക്കാകെ പേടിയൊന്നും ഇല്ല. പിന്നെ ഓളെ പേടിച്ച് ജീവിക്കുക. ഇനിയിപ്പൊ ഞാനാണ് അവനോട് വിളിച്ച് പറഞ്ഞിക്കണെന്ന് പറഞ്ഞാല് എനിക്ക് യാതൊരു പേടിയില്ല. ഫോണൊക്കെ കൊടുത്തിക്കണം അവൾക്ക് ഞാൻ. ആ എന്തായാലേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നാൽ മതിയെന്ന്. ആ ചെക്കനക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ഓള് ആ ചെക്കനും കൂടി ആയിക്കോളും. ബാക്കി കാര്യങ്ങളൊക്കെ ഇമ്മ നോക്കിക്കൊണ്ട് ഇച്ച് പോയിട്ട് കോളേജിൽ പോവാൻ നോക്ക്. എന്നാ ഞാൻ ചെല്ല്. ഇന്നലെ തന്നെ ഓരോ ഉടായ്പ മനങ്ങാണ്ടേ കോളേജിൽ പോയിട്ട് അല്ല ഓളെ പഠിപ്പ് ഞാൻ കൽപ്പിച്ചുകൂട്ടി മുടക്കാൻ നിൽക്കാം. ഇന്നാളെന്തിനാണ് ഈ പഠിപ്പ് ഇങ്ങനെ മുടക്കി പെരയെ കുത്തിറക്കണത്? ഞാൻ ചെല്ലാൻ നോക്ക്. ആ മോളെ, ഇന്ന് കോളേജ് കഴിഞ്ഞിട്ടേ നേരത്തെ വരുകൊണ്ടിട്ടാ. ഇന്നേ ഓളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞു ആ കൂട്ടര്. വരികയെന്നുണ്ടെങ്കിലേ ഇജ് ഇവിടെ ഉള്ളത് നല്ലതാണ് കേട്ടാ. ഞാൻ വരുകൊണ്ടിട്ടാ. വരുമ്പോളേ ആ ബേക്കറിന്ന് 2 ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കോ. വില കുറഞ്ഞത് വാങ്ങിയാൽ മതി കേട്ടാ. അതൊക്കെ കൊടുത്താൽ മതി. ഓളെ പെണ്ണ് കാണാൻ വരുന്നവരല്ലേ അല്ലേ? അത്രയൊക്കെ തിന്നാൽ മതി. അത്ര മുന്തിയതൊന്നും തിന്നണ്ട. ഞാൻ ചെല്ലുമേ നോക്ക്. ആ വിളിച്ചിട്ടുണ്ടാവോ? വിളിച്ചോക്കട്ടെ. ആ ഹലോ ഡാ, ഈ ഇതിക്ക് വിളിച്ചിരുന്നോ? ഫോണിന്റെ കയ്യിലുണ്ടായിരുന്നില്ല, നസീമാന്റെ കയ്യിലായിരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ? കല്യാണോ? ഈ എന്താ പറയണേ? ഇനിയിപ്പൊ എന്റെ കല്യാണം ഉറപ്പിച്ചാലേ അനക്കെന്താ പ്രശ്നം? ഞാൻ കല്യാണം കഴിച്ചു പോണേല് ഇതുവരെ എന്റെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. എന്നോട് ആരത് പറഞ്ഞത്? വേണ്ട ജംഷിയ, കിടന്നേ ഉരുളണ്ട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നടി. ഞാൻ കരുതിയത് എന്താണെന്നറിയോ? അനക്കും എന്നോട് ഇഷ്ടമുണ്ട് എന്നാണ്. കുഞ്ഞുനാള് മുതലേ ഈ ജമാലിനെ അനക്ക് അറിയണല്ലേ. എന്നിട്ടും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വേണ്ടായിരുന്നു ജംഷിയ. ഞാൻ ആരെ ചതിച്ചെന്ന് വെച്ച് പറഞ്ഞത്? ഞാൻ എന്നെങ്കിലും ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാ ഇക്ക് അന്നെ ഇഷ്ടാന്നുള്ളത്? ഇല്ലല്ലോ. പിന്നെ എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഞാൻ അന്നെ ചതിച്ചെന്നുള്ളത് ഇങ്ങനെ പറയണത്? ഈ കേട്ടതേ ശരിയാണടാ. എന്റെ കല്യാണം ഉറപ്പിച്ചിക്കണ്. അതിന് അനക്കെന്താ? എന്റെ കല്യാണം ഉറപ്പിച്ചാലോ ഞാൻ കെട്ടിപ്പോയാലോ അനക്കെന്താ? ഈ എന്റെ ആരാണ്? ആരുമല്ലല്ലോ. കൂടുതൽ അങ്ങണ്ടേ അധികാരെ സ്ഥാപിക്കാൻ വരണ്ട, മനസ്സിലായില്ല? ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ ഇന്നേ വരെ അന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയടി. ഈ ജമാല് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലേ ജംഷിനെ മാത്രം കല്യാണം കഴിക്കുള്ളൂ. എന്റെ ഉമ്മാനെ ഞാൻ നാളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് എന്റെ വീട്ടിക്ക്. ആരെ വേണമെങ്കിലും പറഞ്ഞയച്ചടാ, അതിന് എനിക്കെന്താ? പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഈ ആഗ്രഹിച്ചതേ ഒരിക്കലും നടക്കാൻ പോണില്ല. ഈ എന്താ പറഞ്ഞത്? ഞാൻ എന്നെ ചതിച്ചീന്ന്. എന്റെ സംസാരം കേട്ടിട്ടുണ്ടെ വിചാരിക്കേ എത്രയോ കൊല്ലം മുന്നേ ഞാൻ എന്നെ പ്രേമിച്ചിട്ട് ഞാൻ എന്നെ തേച്ചതാണെന്ന്. അമ്മട്ടും വർത്താനാണല്ലോ ഈ പറഞ്ഞത്. ഒരിക്കലെങ്കിലും ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാ കണ്ണ ഇഷ്ടമാണ് എന്നുള്ളത്? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ വേറെ കണ്ണോട് എന്നെ കണ്ടിരുന്നില്ലേ? ഞാൻ എന്നോടേ ഒരു കാര്യം പറയാണ്. ഈ ജന്മത്ത് ഈ ആഗ്രഹിച്ചതേ ഒന്നും നടക്കാൻ പോണില്ല. അതിനെ ഈ ജംഷയെ രണ്ടാമതൊരു ജന്മം ജനിക്കണം. നിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോകരുത്. അനെ ചതിച്ചു പോലും. ഇച്ചിട്ട് പോണം ഫോണ്. കണ്ടാൽ കൊതി